ഗാന്ധിയുടെ വിദേശയാത്ര അതെല്ലാം ഇപ്പോഴും ചർച്ചയാണല്ലോ. രാഹുൽ ആരെയാണ് കാണാൻ പോകുന്നത്, എന്തിനാണ് പോകുന്നത്, എന്താണ് രാഹുലിന്റെ ഇത്ര രഹസ്യം ഇന്ത്യക്ക് പുറത്ത് പറയാനും ഒളിപ്പിക്കാനും ഉള്ളത് എന്നൊക്കെയുള്ള ചോദ്യം പല ആവർത്തി നമ്മൾ ചോദിച്ചാണ്. രാഹുലിന്റെ ഭാര്യയും മക്കളും ഉണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിസിനസിന്റെ ആവശ്യത്തിന് പോകുന്നതാണോ, ഇനി രാജ്യത്തെ തകർക്കാനായി ഏതെങ്കിലും ദുഷ്ടശക്തികളുമായി ബന്ധം സ്ഥാപിക്കാൻ പോകുന്നതാണ്, അങ്ങനെ വലിയ ദുരൂഹതകൾ രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് പിന്നിൽ നമ്മളൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുള്ള ഉത്തരം കൃത്യമായി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോ രാഹുൽ ഗാന്ധി SPGയെ പുറകെ ഓടിക്കുന്ന ബുള്ളറ്റിൽ രാഹുൽ ഗാന്ധി പായുന്നു, അതിന് പിന്നിലേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർ കിടന്ന് ഓടുന്ന ഒരു കാഴ്ചയൊക്കെ പുറത്തു വരുന്നു. അപ്പോൾ ആളുകൾ ചോദിക്കുന്നു, ഈ രാഹുൽ ഗാന്ധി ഇത്ര ക്രൂരനാണ്, സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇങ്ങനെ ഇട്ട് ഓടിക്കാൻ ഇയാൾക്ക്, മാത്രമല്ല അവരെ അപമാനിക്കുകയും ചെയ്യുന്നുണ്ട്, ഇയാൾക്ക് ഇത്ര ക്രൂര മനസ്സാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ ഈ വിദേശയാത്രയും ചില ദുരൂഹതകളും ഒക്കെ ആയി ബന്ധപ്പെട്ട് KS രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ സെപ്റ്റംബർ 8 എഴുതിയ ഒരു പോസ്റ്റാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ഏറെ ഗൗരവമുള്ളത് കൂടി ആയതുകൊണ്ടാണ് ഞാൻ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഈ പോസ്റ്റ് എത്തിക്കുന്നത്. അതായത് അദ്ദേഹം പറയുന്നതിന്റെ തുടക്കം മുതൽ ഇങ്ങനെയാണ്: രാഹുലിന്റെ വിദേശയാത്രകളുടെ ദുരൂഹതയും ഭാര്യയും 2 മക്കളുമുണ്ടെന്ന ആരോപണവും കനക്കുന്നു. ആറ്റം ബോംബ് പൊട്ടിച്ചതിനു ശേഷം രാഹുൽ ഗാന്ധി ഒളിവിലാണ്. രാഹുൽ എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. രാഹുൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ആരും മറുപടിയും പറയില്ല. രാഹുലിന്റെ വിദേശയാത്രകൾ ദുരൂഹമാണ്, അതാരും വെളിവാക്കാറില്ല. ഇപ്പോൾ മലേഷ്യയിൽ നിന്നാണ് കേൾവി. അദ്ദേഹം മലേഷ്യയിലായിരുന്ന സമയത്താണ് KS രാധാകൃഷ്ണൻ ഈ പോസ്റ്റ് എഴുതുന്നത്. രാഹുലിന് ഭാര്യയും 2 മക്കളുമുണ്ട് എന്ന് ബ്ലിറ്റ്സ് എന്ന ബംഗ്ലാദേശ് പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാഹുൽ അത് നിഷേധിച്ചിട്ടില്ല. ഭാര്യയുടെ മക്കളുടെ മാത്രമല്ല, ഭാര്യ പിതാവിന്റെ വെടിപ്പല്ലാത്ത പശ്ചാത്തലവും പത്രം വിശദീകരിക്കുന്നു. രാഹുൽ നിഷേധിച്ചിട്ടില്ല. കോൺഗ്രസും ഒന്നും മിണ്ടിയിട്ടില്ല. സോണിയ ജന്മം കൊണ്ട ഇറ്റാലിയൻ പൗരയാണ്. ഇറ്റാലിയൻ പൗരത്വ നിയമപ്രകാരം ജന്മന ഇറ്റാലിയൻ പൗരനായ ഒരാൾ മറ്റൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിച്ചാലും ഇറ്റാലിയൻ പൗരത്വം നഷ്ടമാകില്ല. ഇറ്റാലിയൻ പൗര ലോകത്തെവിടെ പ്രസവിച്ചാലും അവരുടെ മക്കൾ ഇറ്റാലിയൻ പൗരന്മാരായിരിക്കും. അതുകൊണ്ട് രാഹുൽ ഇപ്പോഴും ഇറ്റാലിയൻ പൗരനാണ്. ഇറ്റാലിയൻ പൗരത്വം നിലനിൽക്കണമെങ്കിൽ ഇറ്റാലിയൻ പൗരത്വം ഉപേക്ഷിക്കണം. രാഹുൽ ഇറ്റാലിയൻ പൗരത്വം ഉപേക്ഷിച്ചിട്ടുണ്ടോ? രാഹുൽ ഇക്കാര്യത്തെക്കുറിച്ച് മിണ്ടുന്നില്ല. രാഹുൽ ബ്രിട്ടീഷ് പൗരത്വം സ്വീകരിച്ചതായി ചില രേഖകൾ വെളിയിൽ വന്നു. അത് സംബന്ധിച്ച് കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് രാഹുൽ ഒന്നും പറയുന്നില്ല. രാഹുൽ കത്തോലിക്ക ക്രിസ്തുമതവും റാവുൾ വിൻസി എന്ന പേരും സ്വീകരിച്ചതായും ആക്ഷേപമുണ്ട്. രാഹുലോ സോണിയോ കോൺഗ്രസോ ഇക്കാര്യത്തെക്കുറിച്ച് ഒന്നും മിണ്ടുന്നുമില്ല. വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് മയക്കുമരുന്നുമായി രാഹുൽ അമേരിക്കയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. സോണിയുടെ അപേക്ഷ മാനിച്ച് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ രാഹുലിനെ ഇന്ത്യ രക്ഷപ്പെടുത്തിയെന്ന ആരോപണം നിലവിലുണ്ട്. രാഹുലോ സോണിയോ ഇക്കാര്യം നിഷേധിച്ചിട്ടില്ല. രാഹുലിന്റെ എല്ലാ വിദേശയാത്രകളും നിഗൂഢമാണ് എന്ന് വ്യാപകമായ ആരോപണം ഉയർന്നിരുന്നു. എന്നും കേൾക്കാനോ പറയാനോ കൊള്ളാവുന്ന കാര്യങ്ങളല്ല ഈ യാത്രകളെക്കുറിച്ച് കേൾക്കുന്നതും പറയുന്നതും. ഇക്കാര്യത്തെക്കുറിച്ച് ഇതുവരെ രാഹുൽ ഒന്നും പറഞ്ഞിട്ടില്ല. കോൺഗ്രസും മൗനം പാലിക്കുന്നു. അച്ഛനും അമ്മയും ജന്മനാ ബ്രാഹ്മണന്മാരായാൽ മാത്രമേ ജാതി ശ്രേണിയിൽ ഒരാൾക്ക് ബ്രാഹ്മണനാകാൻ കഴിയൂ. എന്നാൽ ഓവർകോട്ടിനുള്ളിലെ പൂണൂൽ ധരിച്ചും നെറ്റിയിൽ കളഭം പൂശിയും ക്ഷേത്രത്തിൽ പ്രവേശിച്ച രാഹുൽ താൻ ബ്രാഹ്മണനാണെന്ന് അവകാശപ്പെട്ടു. ബ്രാഹ്മണർ ഈ അവകാശവാദത്തെ പരിഹസിച്ചുകൊണ്ട് നിഷേധിച്ചു. കാരണം രാഹുലിന്റെ അച്ഛനും അമ്മയും അബ്രാഹ്മണരാണ്. രാഹുൽ ഇതുവരെ ഇക്കാര്യത്തെക്കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ല. കോൺഗ്രസും മൗനത്തിലാണ്. കള്ളത്തരങ്ങൾ ഒളിപ്പിക്കാനുള്ള രക്ഷാകവചമല്ല മൗനം സമ്മതം തന്നെയാണ്. മയക്കുമരുന്ന് ഉപയോഗം, മദ്യപാനം, വ്യഭിചാരം എന്നിവയെല്ലാം വ്യക്തികളുടെ സ്വകാര്യതയാണ് എന്ന വാദം പുരോഗമന മതേതരവാദികൾ ഉന്നയിക്കാറുണ്ട്. എന്നാൽ പൊതുപ്രവർത്തകരുടെ കാര്യത്തിൽ ഈ വാദം സ്വീകാര്യമല്ല. സ്ത്രീകളെ പ്രണയം നടിച്ച് ഗർഭിണിയാക്കുകയും അത് കഴിഞ്ഞാൽ അവരെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്യുന്ന പൊതുപ്രവർത്തകരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ്. പൊതുപ്രവർത്തന വേഷധാരി മാന്യനാണോ മാരീചനാണോ എന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അതുകൊണ്ടാണ് പൊതുപ്രവർത്തകരുടെ ജീവിതം സുതാര്യമായിരിക്കണം എന്ന് പറയുന്നത്. മാൻവേഷം കെട്ടിയെത്തുന്ന മാരീചനെ വീട്ടിൽ കയറ്റിയവരെല്ലാം ഇന്ന് അനുഭവിക്കുന്നുണ്ട്. ഇത്തരക്കാരെ സാമൂഹിക മാധ്യമത്തിൽ പിന്തുണയ്ക്കുന്നവർ അവരുടെ അമ്മ, ഭാര്യ, സഹോദരി, പെൺമക്കൾ എന്നിവരെ
മാരീച ലീലയ്ക്കായി നൽകുമോ എന്ന ചോദ്യവും പ്രസക്തമാണ്. വെള്ളത്തിലെ മീനിനെ പോലെ ജനങ്ങൾക്കിടയിൽ നീന്തുന്നവനാവണം പൊതുപ്രവർത്തകൻ എന്നാണ് മഹാത്മാഗാന്ധിജി പറഞ്ഞത്. ഗാന്ധി ശിഷ്യൻ എന്ന് ഭാവിച്ച ജവഹർലാൽ നെഹ്റു തുടങ്ങുന്നു മാങ്കൂട്ടങ്ങൾ നടത്തുന്ന മാരീച ലീലകൾ. ഇങ്ങനെയാണ് അദ്ദേഹം തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ശരിയാണ്, രാഹുൽ ഗാന്ധിയെ കുറിച്ച് നിരവധി ആരോപണങ്ങൾ നമ്മൾ പല തവണ കേട്ടിട്ടുള്ളതാണ്. നമുക്കറിയാം, ഇതിന്റെ ഒരുപക്ഷെ ഇട്ടിരിക്കുന്ന തമ്പ് കണ്ടിട്ട് രാഹുൽ ഗാന്ധി അറസ്റ്റിൽ, സോണിയാഗാന്ധി നിഷേധിച്ചിട്ടില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ പറയും നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നൊക്കെ. ശരിയാണ്, അങ്ങനെ പറയാനുള്ള കാരണം രാഹുൽ ഗാന്ധി പലതവണ പല സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ വാജ്പേയിയുടെ സർക്കാരിന്റെ കാലത്ത് അമേരിക്കയിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായിട്ടുണ്ട്. ആ വാർത്തകൾ ഇവിടെ എത്ര മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട്, എത്ര മാധ്യമങ്ങൾ അതിന്റെ പിന്നാലെ പോയി വാർത്തയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പലതും രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ മറയ്ക്കുകയാണ്. അതായത് ഇന്ത്യയിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ജോർജ് സോറസിന്റെ അധോലോകവുമായി, അങ്ങനെ തന്നെ പറയണം, അധോലോകവുമായി അവർ ബംഗ്ലാദേശും ശ്രീലങ്കയിലും ഇപ്പൊ നേപ്പാളിലും അവരുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ വലിയ കണക്കുകൂട്ടലുകൾ നടത്തി അവർ മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയിലെ സർക്കാർ നട്ടല് നിവർത്തി നിൽക്കുന്ന ചങ്കുറപ്പുള്ള സർക്കാർ ആയതുകൊണ്ടാണ് ഇന്ത്യയിലെ സർക്കാരിന് അവർക്ക് തൊടാൻ കഴിയാത്തത്. ഈ ഡീപ് സ്റ്റേറ്റിന്റെ പിന്തുണയോടെ അമേരിക്ക ഇന്ത്യക്ക് മേൽ താരിഫ് ഉയർത്തിക്കൊണ്ട് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വ്യാവസായിക മേഖലയെ തകർക്കാനായി അമേരിക്ക പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇന്ത്യക്ക് കൃത്യമായ ലക്ഷ്യബോധമുള്ളത് കൊണ്ട് ഇന്ത്യ ആ തകർക്കലിൽ നിന്നുകൊടുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുക തന്നെ ചെയ്യും. ഇപ്പോൾ വാങ്ങിയതിന്റെ ഇരട്ടി എണ്ണ വാങ്ങുന്നു ഇന്ത്യ എന്നുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യ നയിക്കുന്നത് ഒരു പാവ സർക്കാർ അല്ല. ഇന്ത്യ നയിക്കുന്നത് ശക്തനും ധീരനുമായ ഒരു പ്രധാനമന്ത്രിയും പ്രത്യേകിച്ച് RSSന്റെ എല്ലാ RSS മോൾഡ് ചെയ്തെടുത്ത RSSന്റെ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുവന്ന ഒരു പ്രധാനമന്ത്രിയാണ്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ചോദിക്കും, നീ ഒരു RSSകാരി ആയതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്? ഒരിക്കലുമല്ല. ഒരു RSSകാരി ആയാലും കോൺഗ്രസിനകത്തുള്ളവർ തന്നെ സധൈര്യം ഇത് പറയുന്നുണ്ട്. നരേന്ദ്രമോദിയെ കണ്ടുപഠിക്കൂ, നരേന്ദ്രമോദി ലോകത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ നയിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. ഇവിടെ എന്തെങ്കിലും പ്രളയം ഉണ്ടാകുമ്പോൾ ആറ്റം വിടുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി ഇവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇട്ട അണുബോംബ് ആറ്റം ബോംബ് എത്ര എണ്ണം ഇവിടെ പൊട്ടിയിട്ടുണ്ട്? വിഡിത്തമല്ലാതെ ഈ മനുഷ്യൻ വാ തുറന്ന് എന്തെങ്കിലും പറയുന്നത് കോൺഗ്രസ്സുകാർ പോലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇനി കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം അതിരൂക്ഷമായി കത്തുകയാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് കേരളത്തിന്റെ വിഷയങ്ങളിൽ ഇടപെടാനുള്ള അധികാരമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തുന്ന കാര്യത്തിലോ രാഹുൽ മാങ്കൂട്ടത്തെ വിഷയത്തിൽ എന്തെങ്കിലും നിലപാടെടുക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ MLA സ്ഥാനം രാജിവെച്ച് നിങ്ങൾ ഒരുപാട് സ്ത്രീകളുമായി നിങ്ങൾക്ക് ബന്ധമുണ്ട്, MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് നിങ്ങളുടെ സത്യാവസ്ഥ പ്രൂവ് ചെയ്യുന്നതുവരെ നിങ്ങൾ മാറി നിൽക്കണം എന്ന് പറയാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമില്ല. കാരണം അതിലും വലിയ മാരീചനാണ് രാഹുൽ ഗാന്ധി എന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് അറിയാം. രാഹുൽ മാങ്കൂട്ടത്തെ പറയാനുള്ള യോഗ്യത തനിക്കില്ല എന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം മൗനം ഭജിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഇത്തരം ചില പ്രവർത്തനങ്ങൾ അത് കോൺഗ്രസിനെ ഒരിക്കലും തറയിൽ നിന്ന് എണീച്ചു വരാൻ കഴിയാത്ത രീതിയിൽ അടിച്ചൊതുക്കിയിരിക്കുന്നു. BJP പറഞ്ഞത് യാഥാർത്ഥ്യമാകുന്നു. കോൺഗ്രസ് മുക്ത ഭാരതം, അതാണ് BJP കണ്ട കിനാശേരി.